ഇനി നമുക്ക് ഈ മോണോട്ടോൺ സീക്വൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ്. പ്രോബ്ലംസ് നിങ്ങൾ വീഡിയോ നോക്കി വേണം നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ലിമിറ്റ് 1/√10 ഈസ് ഈക്വൽ ടു 0. ലിമിറ്റ് 1/√10 ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ നമ്മൾ xn ഈസ് ഈക്വൽ ടു, ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. 1/√10 നമുക്ക് സീറോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കാണിക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ xn എന്ന് പറയുന്ന സീക്വൻസ് 1/√10 എടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ എലമെൻറ്റ് 1, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ 1/√2, പിന്നത്തേത് 1/√3, പിന്നെ 1/√4. ഇതിങ്ങനെ കുറഞ്ഞ് പോകുന്നൊരു സീക്വൻസ് അല്ലേ സീക്വൻസ് xn. അപ്പോൾ നമ്മൾ xn ഈസ് ഈക്വൽ ടു 1/√10 വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സെട്ര ആണേ, എക്സെട്ര ഇട്ടിട്ട് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഹിയർ xn ഈസ് എ മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ്. xn ഈസ് എ മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഇത് മോണോട്ടോൺ സീക്വൻസ് വരുമ്പോൾ പിന്നെ ബൗണ്ടഡ്നെസ് കിട്ടി, പിന്നെ കൺവേർജൻസ് കിട്ടും അല്ലേ. നമ്മൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറി അതാണ് പഠിച്ചത്. മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ xn എന്ന് പറയുന്നത് മോണോട്ടോൺ സീക്വൻസ് ഇവിടെ ഒരു മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് ആണ് കിട്ടി. ഹിയർ xn ഈസ് എ മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ്. ഇനി ബൗണ്ടഡ് ആണോ എന്ന് നോക്കണ്ടേ. നോക്കിയേ, ഫസ്റ്റ് എലമെൻറ്റ് 1, അതിലും കുറവാണ്. അപ്പം 1 അതിൻ്റെ ഒരു അപ്പർ ബൗണ്ട് അല്ലേ. 1ൽ കൂടിയ എലമെൻറ്റുകളൊന്നും ഇങ്ങോട്ട് പോകുന്നില്ല. ഇതിൻ്റെ അകത്ത് എലമെൻറ്റുകളെല്ലാം പോസിറ്റീവ്. അപ്പോൾ 0 ഇതിൻ്റെ ഒരു ലോവർ ബൗണ്ടും ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. xn ഈസ് എ മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് ആൻഡ് ഈസ് ബൗണ്ടഡ് ബൈ 0 and 1. 0 അതിൻ്റെ ഒരു ലോവർ ബൗണ്ടും 1 അതിൻ്റെ ഒരു അപ്പർ ബൗണ്ടും. കാരണം എന്താ, 1നേക്കാളും വലിയ നമ്പേഴ്സ് ഒന്നും ഈ സെറ്റില്ല. 1 ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ 1 ഇതിൻ്റെ ഒരു സുപ്രീമാണെന്ന് നമുക്ക് പറയാം. 0 ഈ സെറ്റിൽ വരുന്നില്ല. 0യേക്കാളും വലിയ എലമെൻറ്റുകളൊന്നും ഈ 0യേക്കാളും ചെറിയ എലമെൻറ്റുകളൊന്നും ഈ സെറ്റിൽ വരുന്നില്ല. അതുകൊണ്ട് 0 ഇതിൻ്റെ ഒരു ലോവർ ബൗണ്ട് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൗണ്ടഡ് ബൈ 0 and 1 എന്ന് പറയും. ഇനി നമ്മൾ നോക്കുക, 0 നെഗറ്റീവ് നമ്പേഴ്സ് ഒരിക്കലും ഈ സെറ്റിൽ വരുന്നില്ല. അപ്പോൾ 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലോവർ ബൗണ്ടാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ 0യേക്കാളും വലിയൊരു നമ്പറിന് ലോവർ ബൗണ്ട് ആകാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്കറിയാം 0യോട് വളരെ അടുത്ത് ഒരുപാട് നമ്പറുകൾ ഈ സെറ്റിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറയുവാണ് 0.01 നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് 1/10,000 എടുത്താൽ 1/10,000ൻ്റെ റൂട്ട് എടുത്ത് നോക്കി. 1/10,000ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 0.01 ആണ്. അപ്പോൾ 0.0 നമ്മൾ 0.02 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 0.01 ഈ സെറ്റിലുണ്ട്. അപ്പോൾ 0.02ന് ലോവർ ബൗണ്ട് ആകാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ എത്ര ചെറിയ നമ്പർ 0യോട് അടുത്ത് എടുക്കുന്ന എത്ര ചെറിയ നമ്പർ എടുത്താലും അതിനേക്കാളും ചെറിയ നമ്പർ ഈ സെറ്റിൽ കാണും. അപ്പം 0യേക്കാളും വലുതിന് അതിന് ലോവർ ബൗണ്ട് ആകാൻ പറ്റിയത്. അതുകൊണ്ട് 0 ആണ് ഇതിൻ്റെ ഇൻഫിമം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അടുത്ത ലൈനിൽ എഴുതിയാൽ മതി. ക്ലിയർലി 0 ഈസ് എ ലോവർ ബൗണ്ട്. And no number greater than 0 can be. 0 is a lower bound and no number greater than 0 can be a lower bound. 0 is a lower bound and no number greater than 0 can be a lower bound. 0 is a lower bound and no number greater than 0 can be a lower bound. Zero is a lower bound and no number greater than 0 can be a lower bound. Therefore, 0 is the infimum of sequence xn. Therefore, 0 is the infimum of sequence xn. അപ്പോൾ xn എന്ന് പറയുന്നത് മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസാണ്. അത് ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ പറയും. മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവേർജസ് ടു ഇസ് ഇൻഫിമം എന്നാണ് നമ്മൾ തിയറം പറഞ്ഞത്. Therefore, by monotone convergence theorem, 1/√10 sequence 1/√10 converges to is infimum എന്ന് പറയുന്നത് 0 ആണ്. converges to 0. Therefore, by monotone convergence theorem, 1/√10 converges to 0.
1 by root n converges to 0. 1 by root n converges to 0. അപ്പോൾ നമുക്ക് മോണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് നമ്മൾ 1 by root n എന്നുള്ള സീക്വൻസ് 0 കൺവേർജ് ചെയ്യുമെന്ന് കിട്ടി. ഇത് വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. ഓർ ഇട്ടിട്ട് എഴുതിയാൽ മതി. നമുക്ക് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് എൻ ഒരു പോസിറ്റീവ് ടേം സീക്വൻസ് ആണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് എന്നും കൺവേർജസ് ടു റൂട്ട് എക്സ് നമ്മൾ തിയറം 12 പഠിച്ചതല്ലേ കഴിഞ്ഞ സെക്ഷനിൽ. എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ എക്സ് എന്നുകൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു റൂട്ട് എക്സ് ആണ്. ഇവിടെ നമ്മൾ 1 by n എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് സീക്വൻസ് ആണ്. അത് കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ 1 by root n കൺവേർജസ് ടു റൂട്ട് ഓഫ് 0 എന്ന് നമുക്ക് പറയാം. അപ്പോൾ തിയറം 12 വെച്ചിട്ട് വേണമെങ്കിലും പറയാം. അപ്പം ബൈ തിയറം 12 if xn is greater than or equal to 0 and xn converges to x, then root of xn converges to 1 by root n. If xn converges to x, then root of xn converges to root x. We know that sequence 1 by n converges to 0. We know that sequence 1 by n converges to 0. Therefore, sequence 1 by root n also converges to 0. Okay. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ examine the convergence of the sequence sequence xn. Examine the convergence of the sequence xn where xn is equal to 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by n for n element of n. Examine the convergence of the sequence xn where xn is equal to 1 plus 1 by 2 plus 1 by 3 plus etc. 1 by n for n element of n. The question is examine the convergence of the sequence xn where xn is equal to 1 plus 1 by 2 plus etc. 1 plus 1 by n for n element of n. അപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഇത് മോണോട്ടോൺ സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനൊന്നും നിങ്ങൾക്ക് തോന്നത്തില്ല. ഇതിപ്പോൾ നമ്മൾ മോണോട്ടോൺ സീക്വൻസിൻ്റെ ആ ഒരു പോർഷനെ പഠിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ മോണോട്ടോൺ കണ്ടുപോകും. അപ്പം നിങ്ങൾക്ക് സംബന്ധിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് മോണോട്ടോൺ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റണം. അല്ലാതെ നമ്മളിപ്പോൾ ആദ്യത്തെ സെക്ഷന് ചെയ്തതുപോലെയല്ല രണ്ടാമത്തെ സെക്ഷനിലെ ലിമിറ്റ് കണ്ടത്. രണ്ടാമത്തെ സെക്ഷന് ചെയ്തതുപോലെയല്ല നമ്മൾ രണ്ടാമത്തെ സെക്ഷന് നമ്മൾ അഡീഷൻ തിയറോ ലിമിറ്റിൻ്റെ തിയറംസ് വെച്ചിട്ടാണ് രണ്ടാമത്തെ സെക്ഷനിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്. ഇവിടെ നമ്മൾ മോണോട്ടോൺ കൺവേർജൻസ് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്തത്. അപ്പോൾ ഓരോ സെക്ഷനും നമ്മൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്കൊരു പ്രോബ്ലം തന്നെ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിവിടെ xn+1 നമ്മൾ നോക്കിയാൽ എന്താണ് ഹിയർ xn+1 എന്ന് പറയുന്നത് 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by n plus 1 by n+1 അല്ലേ വരുന്നത്. xn എന്ന് പറയുമ്പോൾ 1 തൊട്ട് 1 by n വരെയുള്ളതിൻ്റെ സമ്മ. അപ്പോൾ xn+1 എന്ന് പറയുന്നത് എന്താ 1 plus 1 by 2 തൊട്ട് 1 by n+1 വരെയുള്ളതിൻ്റെ സമ്മ. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് ഇത് xn plus 1 by n+n അല്ലേ, കാരണം ഇത്രയും ടേം xn ആണ്. അപ്പോൾ നമുക്ക് xn+1 is equal to xn plus 1 by n+1 എന്ന് പറയാലോ. ഇനി അങ്ങനെയാണെങ്കിൽ xn+1 എന്ന് പറയുന്നത് xn കൂടെ കമ്പയർ ചെയ്യുമ്പോൾ xn ആണോ xn+1 ആയിരിക്കുമോ വലുത്? xn+1 ആയിരിക്കില്ലേ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആക്ച്വലി. കാരണം എന്താ 1 by n+1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ xnൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ടേമും കൂടെ ആഡ് ചെയ്യുന്നതാണ് xn+1. അപ്പോൾ xn+1 ഈസ് ഗ്രേറ്റർ ദാൻ xn ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എന്ന് നമുക്ക് പറയാൻ പറ്റും. xn+1 ഈസ് ഗ്രേറ്റർ ദാൻ xn ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം xn ഈസ് ലെസ് ദാൻ xn+1 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. Therefore sequence xn ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ് എന്ന് നമുക്ക് പറയാമല്ലേ. കാരണം xnൻ്റെ കൂടെ ഒരു
പോസിറ്റീവ് ടേമും കൂടെ ആഡ് ചെയ്യുന്നതാണ് xn+1. എല്ലാ എണ്ണുകൾക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് xn എന്ന് പറയുന്ന ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് എ മോണോട്ടോൺ സീക്വൻസ് ആണ്. അപ്പോൾ ഇനി മോണോട്ടോൺ സീക്വൻസ് ആണ്, അതിപ്പോൾ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കത് എന്ത് ചെയ്യണം? ഇത് ബൗണ്ടഡ് ആണ് എങ്കിൽ അതിൻ്റെ സുപ്രീമത്തിലോട്ട് ഇത് കൺവേർജ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി ഇത് ബൗണ്ടഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടഡ്നെസ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടം വരെ ആയതില്ലായും. അപ്പോൾ നമ്മൾ xn+1 is equal to xn/1/n+1. Therefore xn+1 is greater than xn for all n element of n. Therefore sequence xn is an increasing sequence. By monotone convergence theorem, a monotone sequence is convergent if and only if it is bounded. By monotone convergence theorem, a monotone sequence is convergent if and only if it is bounded. So we have to check the boundedness of sequence xn. ഇത് ബൗണ്ടഡ് അല്ല എങ്കിൽ കൺവേർജൻ അല്ല, കാരണം അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ xn എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് നമുക്ക് കിട്ടി. ഇനി നമ്മളിത് ബൗണ്ടഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാം. സോ വി ഹാവ് ടു ചെക്ക് xn ഈസ് ദ ബൗണ്ടഡ്നെസ് ഓഫ് സീക്വൻസ് xn. നമ്മൾ ഇതിനിവിടെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. x of 2n ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. x of 2n, xnന് പകരം നമ്മൾ x of 2n ആണ് കൺസിഡർ ചെയ്യുന്നത്. xnന് പകരം x of 2n. അപ്പം ഡെഫിനിഷൻ അനുസരിച്ച് 1 + 1/2 + 1/3 എക്സെട്ര അപ് ടു അത് 1/2n അല്ലേ വരുന്നത്. xn എന്ന് പറയുന്നത് 1 തൊട്ട് 1 + 1/2 + 1/n വരെയുള്ള ടേമാണ്. അങ്ങനെയാണെങ്കിൽ x of 2n എന്ന് പറയുന്നത് 1 + 1/2 + 1/3 + എക്സെട്ര അപ് ടു 1/2n വരെയുള്ള ടേമുകളാണ് വരുന്നത്. നമ്മൾ ഇതിനെ ഒന്ന് ഒരു പ്രത്യേക രീതി കമ്പൈൻ ചെയ്യാൻ പോവാം. ദിസ് ഈസ് ഈക്വൽ ടു 1 + നമുക്ക് 1/2 1/3 കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാം. അല്ല 1/2 1/3 അല്ല 1/3 1/4. ആദ്യത്തെ രണ്ട് ടേംസ് നമ്മൾ അതുപോലെ ഇട്ടു. എന്നിട്ട് 1/3 1/4 കൂടെ കമ്പൈൻ ചെയ്യുന്നു. അടുത്തത് നമ്മൾ എടുക്കുന്നത് 1/5 തൊട്ട് 1/8 വരെയുള്ളത്. ആറെണ്ണം കമ്പൈൻ ചെയ്യാം. 1/7 + 1/8. അപ്പോൾ ഇതെന്നാ, ഇത് 1/2ൻ്റെ കൂടെ ഒരു ടേം കൂടെ ആഡ് ചെയ്തിട്ട് 1/2² വരെ എടുത്തു. ഇത് 1/2², ഇത് 5 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ 2² + 1 ആണ്. 8 എന്ന് പറയുന്നത് 2³ അപ്പോൾ നമ്മൾ ലാസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലാസ്റ്റ് 1/2n-1ൻ്റെ കൂടെ ഒരു ടേമും കൂടെ ആഡ് ചെയ്തിട്ട് പ്ലസ് എക്സെട്ര പ്ലസ് 1/2n വരെയല്ലേ വരുന്നത്. നോക്കിയേ, ആദ്യത്തെ രണ്ട് ടേം അതുപോലെ തന്നെ ഇട്ടു. എന്നിട്ട് ഇവിടെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. 1/3 + 1/4, ആ 1/3 എന്ന് പറയുന്നത് എന്താ 1/2 കൂടെ ഒന്നും കൂടെ ചേർക്കാം. 1/2 + 1 തൊട്ട് 1/2² വരെ. അടുത്തത് 1/2² + 1 തൊട്ട് 1/2³ വരെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2n വരെയുള്ള ടേമിൻ്റെ ആ ബ്രാക്കറ്റിൽ എന്ത് വരും? 1/2n-1 + 1 തൊട്ട് 1/2n വരെ വരും. സോ ദിസ് ഈസ് ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടി. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ, നമ്മൾ ഇനി ഇവിടെ ഓരോ നമ്പറിനെയും അതിനേക്കാളും ചെറിയ നമ്പർ വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ 1/3ഉം 1/4ഉം കൂടെ കമ്പയർ ചെയ്ത് 3 ഈസ് ലെസ് ദാൻ 4. അപ്പോൾ 1/3 വിൽ ബി ഗ്രേറ്റർ ദാൻ 1/4 അല്ലേ. അപ്പോൾ നമ്മൾ 1/3ക്ക് പകരം അതിനേക്കാളും ചെറിയ 1/4 വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് 1 + 1/2 + 1/4 + 1/4. 1/3ക്ക് പകരം നമ്മൾ അതിനേക്കാളും ചെറിയ 1/4 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റി ഗ്രേറ്റർ ദാൻ വരും. അടുത്ത് നമ്മൾ 1/5ഉം 1/6ഉം ഒക്കെ നമ്മൾ 1/8ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1/5 ആണ് വലുത്, 1/6 ആണ് 1/8നേക്കാളും വലുത്. അപ്പോൾ 1/7 ആണ് 1/8നേക്കാളും വലുത്. 1/5ഉം 1/6ഉം 1/7ഉം 1/8നേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ അതിനേക്കാളും ചെറിയ 1/8 വെച്ച് റീപ്ലേസ് ചെയ്തു. പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം എന്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്? 2n-1 തൊട്ടുള്ള ടേമുകളെ നമ്മൾ അതിനേക്കാളും ചെറിയ 1/2n വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ 1/2n പ്ലസ് എക്സെട്ര പ്ലസ് 1/2n എന്ന് പറയും.
അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 + 1/2 പ്ലസ് അടുത്തത് എന്താണ് 1/4 + 1/4 എന്ന് പറയുമ്പോൾ അത് 1/2 അല്ലേ. 1/4 + 1/4 എന്ന് പറയുന്നത് 2/4 ആണ്. അത് 1/2 ആണ്. അടുത്തത് 4/8 ആണ്. അതും 1/2 വരും. ഇനി ഇവിടെ നോക്കിയേ, ഇത് 2n - 1 + 1 തൊട്ട് 2n വരെയുള്ള ടേംസാണ്. അപ്പോൾ ഇത് 2n ടേംസ് നമ്മൾ ഇതിൻ്റെ അകത്ത് 2n ടേമുകൾ കാണും. അപ്പം 2n - 1 ടേമുകൾ കാണും. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ടേം വന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 ടേം വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2n - 1 ടേംസ് കാണാം. അപ്പോൾ ഇത് ലെസ് ദാൻ 1/2 എന്ന് കിട്ടി. നമുക്ക് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 + സം n/2. നോക്കി, ഇവിടെ ആദ്യത്തേതിന് നമുക്ക് 1, രണ്ടാമത്തെ ബ്രാക്കറ്റ് 2, മൂന്നാമത്തെ ബ്രാക്കറ്റ് അതായത് 2² കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാക്കറ്റ് മൂന്നാമത്തേതാണ്. 2² കറസ്പോണ്ടിങ് ആയിട്ടാണ് രണ്ടാമത്തെ 1/2 വന്നത്. 2³ കറസ്പോണ്ടിങ് ആയിട്ട് മൂന്നാമത്തെ 1/2 വന്നു. അപ്പോൾ 2n കറസ്പോണ്ടിങ് ആയിട്ട് nth 1/2. അപ്പോൾ നമുക്കിത് ഗ്രേറ്റർ ദാൻ 1 + n/2 എന്ന് കിട്ടും. സോ നമുക്ക് എന്താ കിട്ടിയത്? x2n ഈസ് ഗ്രേറ്റർ ദാൻ 1 + n/2 ഫോമിൽ കിട്ടി. അപ്പം നമുക്ക് x2n എന്ന് പറയുന്നൊരു അൺബൗണ്ടഡ് സീക്വൻസ് ആണ് എന്ന് പറയാമല്ലോ. x of 2n എടുത്തപ്പം അത് ഗ്രേറ്റർ ദാൻ 1 + n/2 ഫോമിൽ കിട്ടി. അതിൽ നിന്ന് സീക്വൻസ് എക്സിന് അൺബൗണ്ടഡ് ആണ് എന്ന് പറയാം. അതുകൊണ്ട് അത് ബൗണ്ടഡ് അല്ലാത്തത് കൊണ്ട് അത് കൺവേർജൻ്റ് അല്ല എന്ന് പറയാം. അപ്പം ചെയ്ത പ്രോസസ്സ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് x of 2n ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. അപ്പം x of 2n എന്ന് പറയുമ്പോൾ 1 തൊട്ട് 1/2n വരെയുള്ള ടേമുകളാണ്. 1 തൊട്ട് 1/2n വരെയുള്ള ടേമുകൾ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്ത് 1/3 തൊട്ടുള്ള ടേമുകളെ നമ്മൾ കമ്പൈൻ ചെയ്യും. 1/3 എടുക്കുമ്പോൾ 1/3 1/4 കൂടെ എടുത്തു. പിന്നെ 1/5 തൊട്ട് 1/8 വരെ. അടുത്ത് എടുക്കുന്നത് എങ്ങനെയായിരിക്കും? 1/9 തൊട്ട് 1/16 വരെ. അങ്ങനെ നമ്മൾ 2ൻ്റെ പവർ വരെ കമ്പൈൻ ചെയ്തുകൊണ്ടിരിക്കുക. 2ൻ്റെ ഒരു പവർ തൊട്ട് അതിനേക്കാളും +1 തൊട്ട് പിന്നെ അതിൻ്റെ 2ൻ്റെ നെക്സ്റ്റ് പവർ വരെ. അപ്പോൾ ലാസ്റ്റ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 1/2n - 1 + 1 തൊട്ട് 1/2n വരെയുള്ള ടേമുകളാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കമ്പൈൻ ചെയ്തു. ഇനി ഓരോ ബ്രാക്കറ്റിൽ നമ്മൾ അതിനേക്കാളും ചെറിയ നമ്പർ വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്. 1/3ഉം 1/4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1/3 ആണ് വലുത്. അപ്പോൾ 1/3യേക്കാളും ചെറിയ 1/4 വെച്ച് ഇവിടെ റീപ്ലേസ് ചെയ്തു. 1/5ഉം 1/6ഉം 1/7ഉം 1/8നേക്കാളും വലുതാണ്. നമ്മൾ അതിനേക്കാളും ചെറിയ 1/8 വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് 1/2, ഇത് സം ചെയ്യുമ്പോൾ 1/2, ഇത് ഓരോ ബ്രാക്കറ്റും 1/2. ഇങ്ങനെ എത്ര 1/2 വരും? ഇവിടെ 4 എന്ന് പറയുന്നത് 2² അപ്പം രണ്ടാമത്തെ 2² കറസ്പോണ്ടിങ് ആയിട്ടൊരു 1/2, 2³ കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത് 1/2, 2n കറസ്പോണ്ടിങ് ആയിട്ടൊരു 1/2. അപ്പം മൊത്തം 2 2 അപ്പം 2 തൊട്ട് 2n വരെ ഓരോ 1/2 നമുക്ക് കിട്ടുന്നത് കൊണ്ട് ടോട്ടൽ n 1/2 ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ n/2 കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? x of 2n ഈസ് ഗ്രേറ്റർ ദാൻ 1 + n/2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ x of 2n ഈസ് ഗ്രേറ്റർ ദാൻ 1 + n/2. അപ്പം നമുക്ക് n നമ്മൾ എത്ര ചെറുതെടുത്താലും എത്ര വലുതെടുത്താലും അതിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈ ഒരു ഫോമിൽ കിടക്കുന്നത് കൊണ്ട് n അൺബൗണ്ടഡും അല്ലേ. സോ നമുക്ക് പറയാം സീക്വൻസ് എക്സ് ഈസ് അൺബൗണ്ടഡ്. സീക്വൻസ് എക്സിന് അൺബൗണ്ടഡ് ആണ്. അതുകൊണ്ട് സീക്വൻസ് എക്സ് കൺവേർജൻ്റ് അല്ല, ഈസ് നോട്ട് കൺവേർജൻറ്റ്. മോണോട്ടോൺ സീക്വൻസ് അൺബൗണ്ടഡ് ആയതുകൊണ്ട് അത് ഡൈവേർജൻ്റ് ആണ്, ഇത് കൺവേർജൻ്റ് അല്ല. അപ്പം നമുക്ക് ഈ സീക്വൻസ് കൺവേർജൻ്റ് അല്ല എന്ന് പറയാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ കൺസിഡർ ദ സീക്വൻസ് xn. Consider the sequence xn defined by third question. Consider the sequence xn defined. Consider the sequence xn defined by x1 equal to 2, xn plus 1 equal to 2 plus 1 by xn. Consider the sequence xn defined by x1 equal to 2, xn plus 1 equal to 2 plus 1 by xn, where n element of n. Assuming the convergence of the sequence xn,
assuming the convergence of sequence xn, show that limit of xn is equal to 1 plus root 2. Consider the sequence xn defined by x1 equal to 2, xn plus 1 equal to 2 plus 1 by xn. Assuming the convergence of the sequence xn, show that limit of xn is equal to 1 plus root 2. അപ്പോൾ ഇവിടെ xn സീക്വൻസ് xn പ്ലസ് 1 ഇൻ ടേംസ് ഓഫ് xn ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ് എങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് ഇതാണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ xn കൺവേർജസ് ടു x എന്ന് എടുക്കുക. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത്. ആൻസർ തുടങ്ങാം. അസ്യൂം xn കൺവേർജസ് ടു x. Assume sequence xn converges to x, that is limit of xn equal to x. ഇനി ലിമിറ്റ് ഓഫ് xn x ആണെങ്കിൽ ലിമിറ്റ് ഓഫ് xn പ്ലസ് 1 x ആണ്. കാരണം ലിമിറ്റ് ഓഫ് xn പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? വൺ ടെയിലിൻ്റെ എന്ത് ടേം ആണ്. അപ്പം നമുക്ക് സീക്വൻസിൻ്റെ ലിമിറ്റും വൺ ടെയിലിൻ്റെ ലിമിറ്റും സെയിം ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് xn പ്ലസ് 1 ഈക്വൽ ടു എക്സ്. ഓൾസോ ഇവിടെ എഴുതിയാൽ മതി. ഓൾസോ ലിമിറ്റ് ഓഫ് xn പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ്. ലിമിറ്റ് ഓഫ് xn പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് since the one tail xn plus 1 sequence xn plus 1 converges to the same limit. xn plus 1 എന്ന് പറയുന്നത് വൺ ടെയിലിൻ്റെ എന്ത് ടേം ആണ്. ലിമിറ്റ് ഓഫ് xn plus 1 is equal to x since the one tail sequence xn plus 1 converges to the same limit. ഇനി x1 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ x2 എന്ന് പറയുന്നത് ഈ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? x2 എന്ന് പറയുന്നത് ഈ 2വിൻ്റെ കൂടെ നമ്മൾ 1/2 കൂടെ ആഡ് ചെയ്തപ്പോൾ x2 ഗ്രേറ്റർ ദാൻ 2 ആണ്. ഇനി x3 എന്ന് പറയുന്നത് എന്താണ്? x3യും 2 പ്ലസ് സംതിങ് ആണ്. അപ്പോൾ എല്ലാ xനുകളും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ അടുത്ത ലൈനിൽ എഴുതേണ്ടതാണ് xn ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. therefore ലിമിറ്റ് ഓഫ് xnഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ പഠിച്ചു a ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആണെങ്കിൽ നമ്മുടെ ലിമിറ്റും ഈ റേഞ്ചിൽ കിടക്കും. ഇവിടെ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ഈ ഒരു പോർഷൻ നോക്കിയാൽ മതി. xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയതുകൊണ്ട് ലിമിറ്റ് ഓഫ് xനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് ലിമിറ്റ് ഓഫ് xനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് x is equal to limit of xn plus 1 ആണ്, which is equal to xn plus 1 നമുക്ക് xn 2 plus 1 by xn എഴുതാലോ. xn plus limit of xn plus 1 എന്ന് പറഞ്ഞാൽ limit of 2 plus 1 by x. അപ്പോൾ 2 plus 1 divided by limit of xn എന്ന് വരും, which is equal to 2 plus 1 by limit of xന് x ആണ്. സോ നമുക്ക് x ഈക്വൽ ടു ലിമിറ്റ് ഓഫ് xn പ്ലസ് 1 എന്ന് കൊടുത്താൽ അത് ലിമിറ്റ് ഓഫ് 2 പ്ലസ് 1 ബൈ x ആണ്. അപ്പോൾ അത് 2 പ്ലസ് 1 ബൈ ലിമിറ്റ് ഓഫ് x എന്ന് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 ബൈ x. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 2 പ്ലസ് 1 ബൈ x എന്ന് കിട്ടി. x ഈക്വൽ ടു 2x പ്ലസ് 1 ബൈ x സോൾവ് ചെയ്യുമ്പോൾ x സ്ക്വയർ ഈക്വൽ ടു 2x പ്ലസ് 1, x സ്ക്വയർ മൈനസ് 2x മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ x ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് 1 ഇൻറ്റു 1 ഇൻറ്റു അപ്പോൾ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോൾവ് ചെയ്യുമ്പം 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 8 ബൈ 2. അപ്പം 2 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 2 ബൈ 2. അപ്പോൾ അത് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ആണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു xn ലിമിറ്റ് ഓഫ് xന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ അത് 1 മൈനസ് റൂട്ട് 2 ആകാൻ പറ്റിയില്ല. therefore since x is greater than or equal to 2, since x is greater than 2, x is equal to 1 plus root 2. so xn converges to 1 plus root 2. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. അപ്പോൾ 1 പ്ലസ് റൂട്ട് 2 1 മൈനസ് റൂട്ട് 2ൻ്റെ അകത്ത് ഗ്രേറ്റർ ദാൻ 2 വരുന്ന ഒന്നേ ഉള്ളൂ, 1 പ്ലസ് റൂട്ട് 2. therefore xn converges to 1 plus root 2 എന്ന് കിട്ടും.